കാസർഗോഡ് നിന്നുള്ളൊരു വിവരത്തിലേക്കാണ്. കാസർഗോഡ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസിൽ ഒരാഴ്ചയായിട്ട് വൈദ്യുതിയില്ല. കൺട്രോൾ റൂം പ്രവർത്തിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഓഫീസിലാണ് വൈദ്യുതി വിച്ഛേദിച്ചത്. കാരണം 3 മാസമായി ബില്ല് കുടിശ്ശിക വന്നതോടെയാണ് KSEB ഇങ്ങനെ ഒരു നടപടി എടുത്തത്. സാരംഗ് സുരേഷാണ് നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേർന്നത്. സാരംഗ്, ഗുഡ് മോർണിംഗ്. ഓരോരോ സംവിധാനങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ആലോചിച്ചു പോവുകയാണ്. ഇത്രയും നാളായിട്ടും ഒന്ന് ബില്ലടയ്ക്കാൻ അവർക്ക് തോന്നിയിട്ടില്ല. എന്താണ് സംഭവിച്ചത്? പൂജ, അതാണ് ഏറ്റവും വലിയ കൗതുകം. കാരണം 1-2 ആഴ്ചയല്ല, 3 മാസത്തോളമായിട്ടാണ് ഈ രീതിയിൽ എൻഫോഴ്സ്മെന്റ് RTO ഓഫീസിൽ പൂർണ്ണമായും ഈ രീതിയിൽ വൈദ്യുതി ബില്ല് അടയ്ക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ പൂർണ്ണമായി വൈദ്യുതി വിച്ഛേദിക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നത് ജില്ലയിലെ മുഴുവൻ ക്യാമറകളുടെയും കൺട്രോൾ യൂണിറ്റ് അടക്കം പ്രവർത്തിക്കുന്നത് ഈ ഓഫീസിനകത്താണ്. അത് പൂർണ്ണമായും താഴ്ന്നു തെറ്റുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നാൽ ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നമ്മൾക്ക് ലഭിക്കുന്ന വിശദീകരണം എത്രയും പെട്ടെന്ന് തന്നെ ബില്ലടയ്ക്കുമെന്നതാണ്. എന്തുകൊണ്ടാണ് ഈ 3 മാസത്തെ ഒരു കാലാവധി ഈ രീതിയിലേക്ക് നീട്ടിവെച്ച് പോയത് എന്നതിന് ഇപ്പോഴും അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള പ്രതികരണവും ലഭ്യമായിട്ടില്ല. എന്നാൽ സർക്കാർ ഓഫീസുകൾക്കകത്ത് പോലും ഈ രീതിയിൽ നിന്ന് KSEBക്ക് ബില്ല് അല്ലെങ്കിൽ ആ രീതിയിൽ കുടിശ്ശിക കൃത്യമായി വാങ്ങാൻ കഴിയുന്നില്ല എന്നതിൻ്റെ പോരായ്മയും ഇതിലൂടെ ഈ വാർത്തയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പൂജ, അതെ, തീർച്ചയായിട്ടും. സാരംഗാണ് കാസർഗോഡ് നിന്നും വിവരങ്ങൾ നൽകിയത്. അപ്പോൾ 3 മാസമായിട്ട് ബില്ല് അടച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് ബില്ല് അടച്ചില്ല എന്നുള്ള വിശദീകരണവും ലഭിച്ചില്ല. ഇനി ബില്ല് അടച്ചാൽ മാത്രമേ തിരികെ വൈദ്യുതി കിട്ടുകയുള്ളൂ. ഒരു വിശദീകരണമൊന്നും KSEBിയുടെ മുന്നിൽ പോകില്ല. ബില്ല് അടച്ചില്ലെങ്കിൽ ഫ്യൂസ് വരും, അത്രയേ ഉള്ളൂ. സാരംഗാണ് വിവരങ്ങൾ നൽകിയത്.